Once again, welcome back to my channel Neethus All in One. എന്ത് പുതിയ വിഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുട്ടയപ്പം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ പണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ് വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഐറ്റമാണിത്. അപ്പൊ ഇത് എനിക്ക് പറഞ്ഞു തന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു മമ്മിയാണ്. അപ്പൊ ആ മമ്മിയുടെ റെസിപ്പിയാണിത്. ഇത് എൻ്റെ റെസിപ്പി അല്ല. അപ്പൊ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. പക്ഷെ ഇതിനു മുമ്പ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങളിത് കണ്ടതിന് ശേഷം എനിക്ക് കമന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മുട്ടയപ്പം ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പൊ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പൊ 2 കൂടുതൽ നിങ്ങൾ എടുക്കരുത്, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വല്ലാണ്ട് അതിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ 1 കപ്പ് അരിപ്പൊടി നിങ്ങൾക്ക് പണ്ടൊക്കെ നമ്മുടെ നാട്ടില് വറുത്ത് പൊടിച്ച അരിപ്പൊടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ സിറ്റികളിലൊക്കെ ഇങ്ങനെ പാക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡബിൾ ഹോസിന്റെ. അപ്പൊ നമുക്ക് 1 കപ്പാണ് വേണ്ടത്. ആവശ്യത്തിന് ഇത് മാത്രം മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ തേങ്ങയാണെങ്കിലും ഒരുപാടുണ്ട്, പക്ഷെ ഇതൊരു 1/2 കപ്പ് തേങ്ങക്ക് മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പഞ്ചസാരയും ഉപ്പൊക്കെ നിങ്ങൾ ഫുൾ ഡബ്ബയായിരിക്കും കാണുന്നത്, പക്ഷെ ഇതിനകത്ത് നമ്മൾ ആവശ്യമുള്ള ഉപ്പും പഞ്ചസാരയും അത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ബാറ്റർ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, അപ്പത്തിനും അല്ലെങ്കിൽ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. അപ്പൊ നമുക്കിനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം ഇവിടെ. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ അപ്പത്തിനോ അല്ലെങ്കിൽ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒത്തിരി ലൂസും അല്ല, ഒത്തിരി കട്ടിയും അല്ല. ഈ ഒരു ഫോമിൽ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. അപ്പൊ നമുക്ക് ചുട്ടെടുക്കാം. യെസ്. അപ്പൊ ഇവിടെ ഓൾറെഡി എല്ലാം സെറ്റാണ്. ഞാൻ തവയൊക്കെ വെച്ച് അത് ഓൾറെഡി അതൊരു ഹീറ്റപ്പ് ആയ ലെവലിലാണ്. ഇനി എണ്ണ പുരട്ടി കൊടുക്കുക. ഓയില് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. ഇങ്ങനെ ബേസിൽ മാത്രം, അതിന് മുകളിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബാറ്റർ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ബാറ്റർ 1 സ്പൂൺ അളവിലെടുത്തിട്ട് അത്രയേ ഉള്ളൂ. പണ്ട് ആ മമ്മി, അതായത് എനിക്ക് പറഞ്ഞു തന്ന ആ മമ്മി പറയായിരുന്നു, മമ്മിയുടെ മക്കൾക്കൊക്കെ ഈ ഒരു സംഭവമായിരുന്നു മമ്മി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളൊക്കെ ആവശ്യപ്പെടുന്നത് വളരെ ആർഭാടമായ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ ബർഗർ, പിസ്സ, അങ്ങനെ സ്നാക്ക് ടൈമിനാണെങ്കിൽ പോലും അതൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഒരു ഹെൽത്തി ആയ സംഭവം. ഞാനാണെങ്കിൽ പോലും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ രുചി അപാരം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ.
നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇത് ഭയങ്കര സോഫ്റ്റ് അപ്പമാണെന്ന് ചോദിച്ചാൽ സോഫ്റ്റും അല്ല, എന്നാൽ തീരെ കട്ടിയും അല്ല. ഒരു മീഡിയം ലെവലിലാണ് നമ്മൾ ഈ അപ്പത്തെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. കാരണം ഇത് അങ്ങനെയാണ്. കാരണം അരിപ്പൊടി നിങ്ങൾ ഏതാണ് എടുക്കുന്നത് അതനുസരിച്ച് അതിന്റെ ഒരു സോഫ്റ്റ്നെസ്സും വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു വശം ഏകദേശം ആയി കഴിയുമ്പോൾ അത് അടുത്ത വശത്തോട്ട് മാറ്റി വരണം. ഓക്കെ, ഒരുപാട് അങ്ങോട്ട് നമ്മൾ മുരിപ്പിച്ചെടുക്കാൻ പാടില്ല. കുറച്ചൊരു ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ 2 വശം ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ ആകുമ്പോഴത്തേനും. എന്നിട്ട് അത് എടുത്തിട്ട് നമ്മൾ ഹോട്ട് ബാഗ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടി സൂക്ഷിക്കുക. കാരണം ഹൈ ഫ്ലെയിം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് കിട്ടിയിരിക്കും കയ്യിലോട്ട്. നമ്മളെപ്പോലെ ആർഭാടമായ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന നേരമല്ല. ഇപ്പോഴും നമ്മൾ പലരും പല പാരൻസും വർക്കിനൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ മക്കൾക്ക് ഇത് തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ. നമ്മുടെ അപ്പം ഏകദേശം നല്ല മൊത്തം റെഡിയായി. ഇനി നമുക്കിത് എടുത്ത് നമുക്ക് ഹോട്ട് ബോക്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കണ്ടോ, ഇതാണ് ഇതിന്റെ, ഇങ്ങനെയാണ് ഈ അപ്പം ഇരിക്കേണ്ടത്. ഇത് കൂടുതൽ അങ്ങോട്ട് മൊരിപ്പിക്കരുത്. ഇതാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ. അപ്പൊ എന്റെ അപ്പങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ ബോക്സ് നിറച്ചും അപ്പങ്ങളാണ്. അപ്പൊ നിങ്ങളും ഇത് കണ്ടിട്ട് കൊതി വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി എന്റെ റെസിപ്പി ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും എന്റെ വീഡിയോ കാണുന്നവരെ കീപ് വെയിറ്റിംഗ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.